ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലാണ് USS ജെറാർഡ് ആർ ഫോർഡ്. ജനുവരി 26-നാണ് USS എബ്രഹാം ലിങ്കൺ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചത്. അറേബ്യൻ കടലിൽ ഇറാന്റെ പേർഷ്യൻ ഗൾഫ് തീരത്ത് നിന്ന് ഏകദേശം 500 കിലോമീറ്റർ അകലെ അബ്രഹാം ലിങ്കൺ കാത്തു നിൽക്കുന്നുണ്ട്. ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ, ക്രൂയിസറുകൾ, സപ്പോർട്ട് ഷിപ്പുകൾ എന്നിവയടക്കം വൻ സന്നാഹങ്ങളോടെ ഒരുങ്ങിയിരിക്കുകയാണ് ഈ പടക്കപ്പൽ. ശേഷം കഴിഞ്ഞ ആഴ്ചയാണ് രണ്ടാമത്തെ കാരിയർ നിയോഗിക്കാൻ പെന്റഗണും ട്രംപും ചേർന്ന് തീരുമാനിക്കുന്നത്. USS ജെറാർഡ് ആർ ഫോർഡിനെ കരീബിയയിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റുമെന്ന് നേരത്തെ തന്നെ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ട്രംപ് ഇപ്പോൾ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാനുമായുള്ള ചർച്ചകൾ വൈകുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച ട്രംപ് രണ്ടാമത്തെ കാരിയർ വളരെ പെട്ടെന്ന് എത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഒരു കരാറിലെത്താൻ സാധിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമുണ്ടെന്ന് എന്നാണ് ട്രംപ് പറയുന്നത്. USS ജെറാർഡ് ആർ ഫോർഡ് ഇപ്പോൾ കരീബിയയിലാണ്. ഇവിടെ നിന്ന് അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് മിഡിൽ ഈസ്റ്റിലെത്താൻ ഏകദേശം 3 ആഴ്ച എടുക്കും. നിലവിൽ മേഖലയിലുള്ള USS എബ്രഹാം ലിങ്കണൊപ്പം ഫോർഡും ചേരും. 2025 ജൂണിലാണ് USS ജെറാർഡ് ആർ ഫോർഡ് ആദ്യമായി നോർഫോക്കിൽ നിന്ന് പുറപ്പെട്ടത്. ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്ന പേരിൽ വെനസ്വേലയിൽ നടത്തിയ സൈനിക നീക്കത്തിൽ US സൈന്യത്തെ പിന്തുണക്കാനായി എത്തിയ വിമാനവാഹിനിയായിരുന്നു ഫോർഡ്. കരീബിയനിലേക്ക് നീങ്ങിയ ഈ കപ്പൽ ഇപ്പോൾ 8 മാസത്തിലധികം നീണ്ട നിയോഗത്തിലാണ്. സാധാരണയായി 7 മാസമാണ് ഒരു കപ്പലിന്റെ ഡിപ്ലോയ്മെന്റ് കാലാവധി. എന്നാൽ ഇത് ഏപ്രിൽ അല്ലെങ്കിൽ മെയ് വരെ നീട്ടിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മെയിൻ്റനൻസ് ആവശ്യമാണെന്ന് നേവി മുന്നറിയിപ്പ് നൽകിയിട്ടും നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് ട്രംപ് ഭരണകൂടം.